Hi, hello, welcome to yet another video of Garage 51. നമ്മുടെ ഷോപ്പിൽ കുറച്ചധികം വണ്ടികൾ വർക്കിന് വന്നിട്ടുണ്ട്. അപ്പോൾ വർക്കും കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മോസ്റ്റ് ക്ലോസിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ട്, 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ നാളെ ഡെലിവറി കൊടുക്കും. പിന്നെ തന്നെ ഇതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ എൻജിന് നമ്മൾ ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ എൻജിൻ മൊത്തം അഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഫിറ്റ് ചെയ്തു. എൻജിൻ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എൻജിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ അലൈൻമെൻറ്റ് നോക്കിയിട്ട്, അതായത് വീൽ അലൈൻമെൻറ്റ് നോക്കിയതിന് ശേഷം നമ്മൾ റൈസിൻ്റെ 2 ടയറും ഈ ഒരു വണ്ടിക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഷോപ്പിൽ റീസ്റ്റോറേഷൻ മാത്രമല്ല, നമ്മളെല്ലാ വർക്കും എടുക്കുന്നുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി കാണിച്ചു തരുന്നത്. ഇതിൻ്റെ മുന്നേ ഈ ഒരു എൻജിൻ അഴിച്ച് കിടക്കുന്നൊരു വീഡിയോയും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പണി ഫുള്ളും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എൻജിൻ സെറ്റ് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല. വന്നപ്പോഴേക്കും നമ്മുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റേസിൻ്റെ ടയേഴ്സ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 42 months അൺകണ്ടീഷണൽ വാറൻറ്റി, അതുപോലെ തന്നെ 6 years സ്റ്റാൻഡേർഡ് വാറൻറ്റിയാണ് നമ്മൾ റേസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ടയർ മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഈ ഒരു വണ്ടി ഉണ്ടോ, ഇതും ടയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ ബെൻഡ് പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ നാളെ നമ്മളിത് സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് വർക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ വർക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ വന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷോക്കപ്പ്, ഫ്രണ്ട് ഷോക്കപ്പ് മൊത്തം നമ്മൾ അഴിച്ചതിന് ശേഷം സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ വീൽ അലൈൻമെൻറ്റ് ചെയ്തു. പിന്നെ ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി. അങ്ങനെ കുറച്ചധികം വർക്ക് ഈ ഒരു വണ്ടിക്കും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്കും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷോപ്പിൽ ഇല്ലാത്ത സമയത്ത് തന്നെ അവരിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടുന്നില്ല. എങ്കിലും ഞാൻ ഇനിയും ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. ഈ വണ്ടി കേട്ടൊന്ന് നമ്മൾ വർക്ക്ഷോപ്പിൽ പണിതുകൊണ്ടിരിക്കുന്നത്. ഇത് റീസ്റ്റോറേഷനോ അങ്ങനെയൊന്നുമല്ല, ഇത് കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഷോക്കപ്പൊക്കെ ബെൻഡാണ്, പിന്നെ സ്റ്റെം പൈപ്പ് ബെൻഡാണ്, അങ്ങനെ കുറച്ച് അധികം പണികളുണ്ട്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അല്ല, അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയുടെ ബെൻഡ് പൈപ്പും അതുപോലെ തന്നെ സൈലൻസറും കാര്യങ്ങളൊക്കെ പ്ലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിലല്ല പ്ലേറ്റ് ചെയ്യുന്നത്, നമ്മൾ പുറത്താണ് കൊടുക്കുന്നത്. അപ്പോൾ റാപ്പൊക്കെ ചെയ്ത് ക്ലീൻ ലുക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളെ തന്നെ സെറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു വണ്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ, ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻ്റ് ആയിരുന്നു, അത് നമ്മൾ ക്ലിയർ ചെയ്തു. അതുപോലെ തന്നെ വീൽ അലൈൻമെൻറ്റ് മസ്റ്റായിട്ടും വണ്ടികൾ എപ്പോഴും ചെക്ക് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടയർ ഷേപ്പ് ഔട്ടാവും. വണ്ടിയുടെ എൻജിന് അഴിച്ച് വെച്ചൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞാനിത് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ ഒരു വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടയറും ഒക്കെ ഫ്രണ്ടും ടയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻജിൻ ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ടാങ്കും കാര്യങ്ങളൊക്കെ അഴിച്ച് വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് മുന്നേ എടുത്ത വീഡിയോ ആണ്, അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഓയിൽ സർവീസും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു ഇപ്പോഴത്തെ ലുക്കാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഇനി ബെൻഡ് പൈപ്പും അതുപോലെ തന്നെ സൈലൻസറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കസ്റ്റമറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ കസ്റ്റമേഴ്സിനെ ഒന്നും കാണിച്ചു തരാറില്ല, കുറച്ച് കസ്റ്റമേഴ്സിന് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്ന കുറച്ച് വർക്കും നമ്മൾ എന്തൊക്കെ വർക്കാണ് ഈ ഒരു വണ്ടിക്ക് ചെയ്ത് കൊടുത്തതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ്. അപ്പോൾ വർക്ക്ഷോപ്പ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ചെറിയ രീതിയിലാണെങ്കിലും വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാനുള്ള ആ ഒരു
പ്രചോദനം, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.